നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പണ്ടൊക്കെ നമ്മൾ പറമ്പിലൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുള്ള ഒരു സാധനമാണ് ഈ റോസല്ലി അഥവാ പുളിവെണ്ട റോസല്ലി എന്നൊക്കെ പറയുന്ന ഈ ഒരു ഐറ്റം. ഇതിന്ന് നമ്മൾ പറമ്പിലൊന്നും അങ്ങനെ കൂടുതൽ കാണാനൊന്നുമില്ല. പണ്ട് നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ പറിച്ചിട്ട് ഉപ്പും കൂട്ടിയൊക്കെ കഴിച്ചതിനൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഇതിൻ്റെ ഇലകളൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് അങ്ങനെയൊന്നും കൂടുതലൊന്നും കാണാനില്ല. ഞാനൊരു ചെറിയൊരു തൈ നട്ട് പിടിപ്പിച്ച് ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ കായ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പ്രത്യേക പരിചരണം ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന്. ഇതങ്ങനെ സാധാരണ ഇങ്ങനെ പറമ്പിലൊക്കെ പൊട്ടിമുളച്ചുണ്ടാവുന്നതാണിത് അല്ലേ. ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാട്ടത്. ഇതിൻ്റെ ഈ റെഡ് ഭാഗം ആണ് നമ്മൾ കഴിക്കണത്. ഇത് ഉണക്കിയിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ ഇതിനൊക്കെ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ നമ്മളെ വയറുവേദന അതുപോലെ തന്നെ ശരീരത്തിലുണ്ടാകുന്ന വേദന, നീർക്കെട്ട് എന്നിവയൊക്കെ കുറക്കാനൊക്കെ ഇത് നല്ലൊരു മെഡിസിനായിട്ടൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും, ഈ ഒരു പുളിവെണ്ട എന്ന് പറയുന്നത്. പിന്നെ ഇത് നമ്മൾ സൗദിയിലേക്ക്, ഇവിടെ ഒന്നും നമ്മൾ അങ്ങനെ കൂടുതൽ കണ്ടിട്ടില്ല. സൗദിയിലൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് വിൽക്കാണ്ട് ഇത് ഇതിൻ്റെ ഉണക്കിയാണ്ട് വരുന്നുണ്ട് മാർക്കറ്റിലേക്ക്. അത് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കാനൊക്കെ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണത്. നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിന് 2-3 എല്ല് വെള്ളത്തിലിട്ടാൽ റോസ് കളറാവും വെള്ളം, എന്നിട്ട് കുടിക്കുക. നല്ല ടേസ്റ്റാണ്, ഒരു പുളി ടേസ്റ്റൊക്കെ ഉണ്ടാവും. എന്നാലും കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറിനൊക്കെ ഒരു നല്ല സുഖമാണ്. നമ്മൾക്ക് സൗദിയിലായ സമയത്ത് ഞങ്ങളൊക്കെ ഇടയ്ക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് പറിച്ചെടുത്തിട്ട് ഇത് ഉണക്കിയിട്ട് അതുപോലെ ആക്കാനുള്ള പരിപാടിയാണ്. ഒരു അത്യാവശ്യം നല്ല മൂപ്പൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി ഇത് പറിച്ചെടുത്തിട്ട് ശരിക്കും ഉണക്കിയിട്ട് ഇതിൻ്റെ വിത്ത് നമ്മൾ കുറച്ചെടുത്തിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കണം. അതുപോലെ ഈ പുളിവെണ്ട ഉണക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കണം. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ദഹനത്തിന് സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇല ഉണ്ടല്ലോ, ഇല വെള്ളത്തിലിട്ട് കുടിക്കുന്നതും അതുപോലെ വയറുവേദന കുറക്കാനൊക്കെ നല്ലതാണ്. പിന്നെ ശരീരവേദനയും നേർക്കിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഇല വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം കൊണ്ട് കുളിക്കുന്നതും നല്ലതാണ്. പിന്നെ എല്ലുകളുടെ ബലത്തിനും ആരോഗ്യത്തിനൊക്കെ ഈ പുളിവെണ്ട ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. ഉണ്ടല്ലോ, ഇത് നല്ല ടേസ്റ്റ് പറഞ്ഞാൽ ഇതൊരു പുളി ടേസ്റ്റാണ്. അതുപോലെ ഇതിന് കറിക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പണ്ടൊക്കെ കാലത്തൊക്കെ നമ്മൾ വീട്ടിലൊക്കെ കറികൾ ഉണ്ടാക്കുമ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് ഈ പുളിവെണ്ട ഉപയോഗിച്ചിരുന്നു. ഇതിന് പേര് തന്നെ ഉണ്ട്, മത്തിപ്പുളി, അതുപോലെ മീൻപുളി, മറാഠിപ്പുളി എന്നൊക്കെ ഇതിന് പറയുന്നുണ്ട്. നമ്മൾ സാധാരണ നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ ഞങ്ങൾ പുളിവെണ്ട എന്നാണ് ഇതിന് പറയുക, പുളിവെണ്ട. അപ്പോൾ ഇതിൻ്റെ മറ്റ് ഗുണങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇതിൻ്റെ ഒരുപാട് ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ ബാക്കിയുള്ള ആളുകൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഇത് ശരിക്ക് ഈ ചെടി പൂവിട്ടിട്ട് ഒരു 20 ദിവസം അല്ലെങ്കിൽ 25 ദിവസമൊക്കെ ആകുമ്പോഴത്തേ നമുക്കിത് പറിച്ചെടുക്കാൻ പറ്റും. പെട്ടെന്ന് പൂവുണ്ടാകും. ഈ ഡിസംബർ ജനുവരി മാസത്തിലൊക്കെയാണിത് കായ ഉണ്ടാകാൻ തുടങ്ങുക, പുളിവെണ്ട. ഇനി ഇതിൻ്റെ വിത്തെടുത്താൽ നമുക്ക് സാധാ വെണ്ട പോലെ തന്നെ വിത്താണ് ഉണ്ടാവും ഇതിന്. അത് പാകിയിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയിട്ട് അടുത്ത സീസൺ ആകുമ്പോഴത്തേന് കൂടുതൽ റോസല്ലി നമുക്ക് വിളവെടുക്കാൻ പറ്റും. ഞാൻ കുറച്ച് തൈകൾ ഉണ്ടാക്കി വെക്കണം. ആദ്യം ഇത് ഉണക്കിയെടുക്കണം നല്ല രീതിയിൽ. ഉണക്കിയിട്ട് ഇതിൻ്റെ ഇതൾ വേർതിരിക്കണം നല്ലത്. കുറച്ച് ഉണക്കം വന്നതിന് ശേഷം ഇതിൻ്റെ ഇതൾ വേർതിരിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് കുറേ കാലം സൂക്ഷിക്കട്ടോ. ഉണക്കി സൂക്ഷിച്ചാൽ കുറേ കാലം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ആവശ്യത്തിന് 2 നേരം രാവിലെ കുറച്ച് അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ വെള്ളം തിളപ്പിച്ച് കുടിക്കുക. എല്ലാവർക്കും കുടിക്കാൻ പറ്റും ഇതിൻ്റെ വെള്ളം. കൂടുതൽ കൂടുതൽ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മധുരമൊന്നും ഇടണ്ട, സാധാരണ അങ്ങനെ തിളപ്പിച്ചിട്ട് കുടിക്കുക. ഓക്കെ.